ഹലോ, എല്ലാവർക്കും കൃഷ്ണകഥയിലേക്ക് സ്വാഗതം. ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കണേ? ഒന്നാമത്തെ കാര്യം, നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ കാക്കി ഷർട്ടിട്ടായിരിക്കണേ. കാര്യം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. എൻ്റെ ജോലി ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. കാര്യം ഞാൻ എങ്ങനെ ഓടിക്കണമെന്നറിയോ? ബ്രേക്ക് ചവിട്ടണമെങ്കിൽ ഏത് കാല് വേണം? വലത്തെ കാല് വേണം. ആ വലത്തെ കാല് എനിക്കില്ല. ഞാൻ ഇടത്തെ കാല് വച്ചിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് കള്ളമാണ്. ഒരിക്കലും അല്ല കേട്ടോ. എന്നെ അത് കണ്ടിട്ട് ഒരാളെങ്കിൽ ഒരാൾ അത് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കരുത്, നേരിട്ട് വന്ന് കണ്ടു നോക്ക്. ഞാൻ എങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കണമെന്ന് കാണും. എൻ്റെ ഈ വലത്തേക്കാൽ ഞങ്ങൾ നീട്ടി മാറ്റി വയ്ക്കുള്ളൂ. ഇടത്തേക്കാൽ, ആ ഇടത്തേക്കാലിൻ്റെ അല്ലേ ഉപ്പൂറ്റി പോയിട്ടിരിക്കുകയാണ്. ഇതൊന്നും എൻ്റെ കഥ ഞാൻ പറയണതല്ല. കാര്യം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ഇതൊന്ന് സീസൺ 7 7ൻ്റെ പണിയോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അവിടെ നടക്കുന്നത്? എത്ര ക്വാളിറ്റിയുള്ള ആൾക്കാരുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തി അത് ഞാനാണ്. കാര്യം എനിക്ക് ക്വാളിറ്റി ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം എടുത്ത് വയ്ക്ക്, അതെനിക്ക് തരണം. തന്നില്ലെങ്കിൽ എനിക്ക് ഭ്രാന്താവും. പിന്നെ എൻ്റെ കുട്ടികൾ എല്ലാം വലിയ കുട്ടികളാണ്. പിന്നെ ഞാൻ 2 കുട്ടികളെ ചെറുതായിട്ട് വളർത്തുന്നുണ്ട്. അവർക്കൊരു മരുന്ന് പോലും കൊടുക്കാനായിട്ട് എൻ്റെ വീട്ടുകാർക്ക് സമയമില്ല. ബിഗ് ബോസ് ഒന്ന് കഴിയട്ടെ, ശരി, അവരിത് കണ്ടോട്ടെ. ഇത് കണ്ടിട്ട് അവർക്ക് എന്താണ് പ്രചോദനം? ഇതവർക്ക് കണ്ടിട്ട് എന്താണ് പ്രചോദനം? ഷഡിയില്ലാണ്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, ഒരാൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എനിക്കതാണ് മനസ്സിലാവാത്തത്. ഇതാണോ? ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. പറഞ്ഞാൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അത്രയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. കാര്യം എനിക്ക് ബിഗ് ബോസ് എനിക്കൊന്നും കൊണ്ട് തരണില്ല. എൻ്റെ അണ്ണാക്കി കൊണ്ട് തരണില്ല. ഞാൻ പണിയെടുത്താലേ എനിക്കുള്ളൂ. ഇന്നും പണിയെടുത്ത കാശ് ഇത്രയുണ്ട്. നാളെ കുറിയടയ്ക്ക് എന്തൊക്കെ പറഞ്ഞു. നാളെ ബുധനാഴ്ചയാണ്. നാളെ എന്താ ഇസാഫോ എന്താ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊടുക്ക്. ഇതിനൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ വേണം. അല്ലാണ്ട് ഈ ബിഗ് ബോസോ ഒരു ചാനലുകാരോ ഒരു തേങ്ങയും കൊണ്ട് എൻ്റെ വീട്ടിൽ തരില്ല. അതുകൊണ്ട് ഞാൻ പറയണം, അഥവാ നിങ്ങളൊരു പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യും. അത് ഞാനിരുന്ന് കാണുമല്ലോ. അല്ലാണ്ട് ഒരുമാതിരി വൃത്തികെട്ട ഇങ്ങനെയല്ല എൻ്റെ വായിൽ നിന്ന് വരിക കേട്ടോ. കാര്യം കുഞ്ഞു മക്കൾ കേൾക്കും. അതുകൊണ്ട് മാത്രമാണ് പറയണത്. എനിക്ക് വരുന്ന ദേഷ്യത്തിൽ ഞാൻ ഇങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രമൊന്നുമല്ല, ഇന്നെപ്പോലെ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ഈ മാതിരി വണ്ടി ഓടിയിട്ട് രാത്രി 9:30 മണിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ സമയം മാറ്റുന്നേ. ഞങ്ങളെപ്പോലെ പണിക്കാർ വീട്ടിൽ വരുമ്പോൾ അത് കാണാനുള്ള സമയം നിങ്ങൾ അങ്ങോട്ട് മാറ്റ്. അവർ കണ്ടോട്ടെ. നമുക്കതൊരു ബാധിക്കുന്ന പ്രശ്നമേ അല്ല. നിങ്ങൾ എന്തൊട്ട് തേങ്ങ വേണമെങ്കിലും കാണിച്ചോളൂ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഇതേ കണ്ടോ, ഡ്രസ്സ് പോലും മാറാൻ ഒരു സമയമില്ല. എനിക്കിത്തിരി വെള്ളം തരാമോ? അത് ഫ്രിഡ്ജിലുണ്ട്, എടുത്ത് കുടിച്ചോളൂ എന്ന് പറയുന്നൊരവസ്ഥയാണ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അപ്പം നമ്മളും കുറച്ച് നേരം ഇത് കാണുമല്ലോ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കൊന്നും ദഹിക്കണില്ല കേട്ടോ. എന്താ കാണിക്കുന്നത്? ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ എൻ്റെ റൂമിലായിരിക്കണേ, പുറത്ത് TV യിൽ. എൻ്റെ വീട്ടിൻ്റെ അകത്ത് അത്രയും വലിയ VIP ഒന്നുമല്ല ഞാൻ. എൻ്റെ വീട്ടിൻ്റെ പുറത്തെ TV, അവിടെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നു.
ഞാൻ എടുത്തുകൊണ്ട് വന്നു. ഞാൻ കുടിക്കുകയും ചെയ്തു. കാര്യം ഞാനൊരു യൂട്യൂബർ ആവാനോ അങ്ങനെയൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓട്ടോറിക്ഷക്കാരുടെ വിഷമങ്ങൾ നാട്ടുകാരെ അറിയിക്കണം എന്ന് ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ബിഗ് ബോസിലാണെങ്കിൽ വരുന്നവരൊക്കെ ഭയങ്കര VIP കളും അതിനെക്കാട്ടിലും വലിയ VIP കളാണ്. സാധാരണക്കാരെ നിങ്ങൾ കൊണ്ടുവരണ്ടോ? ഒരു കൂലിപ്പണിക്കാരനെ നിങ്ങൾ കൊണ്ടുവരണ്ടോ? അവൻ്റെ വിഷമം അവിടെ, അവൻ്റെ ഡിപ്രഷൻ അവിടെ കാണിക്കും. കൊണ്ടുവരില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നത് തെറിയല്ല, അടിയായിരിക്കും. അടിയായിരിക്കും കൊടുക്കുക. മര്യാദയ്ക്ക് ജീവിക്കടി പെണ്ണേ എന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്ക് എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഏഷ്യാനെറ്റ് പോലെയൊക്കെ കൊണ്ടുവരുമ്പോൾ. അതും ആര്? മോഹൻലാൽ. അയാൾക്ക് എന്തിട്ട് നോക്കള്ളേ? അയാൾ ഇവിടെ ശനി ഞായറും വരുമായിരിക്കും. അയാളുടെ അതിൻ്റെ കുത്തക കഴിഞ്ഞു. അയാൾക്ക് അതിനുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പൈസ അയാൾക്ക് കിട്ടും. പിന്നെ ഞാൻ ഒരു കാര്യം, ലാലേട്ടാന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെല്ലായിടത്തും ഞാൻ പറയാം, നിങ്ങൾ 1 കോടി 100 കോടിയും ക്ലബിലെത്തുമ്പോൾ അതിന് കാരണക്കാരൻ ഒരാൾ ഞാനാട്ടോ. ഇനി ഞാൻ സിനിമ കാണാൻ വന്നില്ലെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അവർ വരുന്നത് വേറെ ആരെ കാശുമല്ല, ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കാശാണ്. അല്ലാന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ വലിയ തെച്ചിക്കോട്ടെ രാമേന്ദ്രൻ കണ്ടോ? എൻ്റെ നാട്ടിലൊരു ആനയാണ്. ആ ആന ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വലിയ പുലികളായിരിക്കും. അയ്യോ, തെച്ചിക്കോട്ടെ രാമേന്ദ്രൻ ഏകഛത്രാധിപതി ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ തൃശ്ശൂരുകാരെങ്ങനെയാണ്? കാര്യം ഞങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊന്ന് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. തീട്ടം വേണമെങ്കിൽ തീട്ടം കോരാൻ വരെ. ഓട്ടമൊന്നുമില്ലേ? ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്. ഇത് ഓരോരോ തൃശ്ശൂരുകാരൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ജീവിക്കാൻ വേണ്ടി തീട്ടം വരെ കോരാൻ ഞങ്ങൾ തയ്യാറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ 1500 രൂപ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം ഒരാൾക്കും മനസ്സിലാവില്ല, ഒരു വ്യക്തികൾക്കും മനസ്സിലാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടവൻ ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെടുന്നവൻ ഇന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പൊളിറ്റിക്സ് നമ്പർ 1. നമ്പർ 2 സിനിമ. നമ്പർ 3 കോർപ്പറേറ്റീവ് അവിടുത്തെ ജോലി. ഇതെല്ലാം അത് വേണമെങ്കിൽ വിവരിച്ചു തരാം. 1 പൊളിറ്റിക്സ്. നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കണം, വെള്ളം ബില്ല് അടിക്കണം, മറ്റടയ്ക്കണം, മറിച്ചടയ്ക്കണം. അവിടെ പൊളിറ്റിക്സ്. സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ജനങ്ങൾ കാണണം. എന്നെ വിടൂ, ഞാൻ കണ്ടില്ലെങ്കിൽ സിനിമ വിജയിക്കില്ല എന്നൊന്നുമില്ല. എന്നെപ്പോലെ എല്ലാവരും ചിന്തിച്ചാലോ സിനിമ വിജയിക്കുമോ? അല്ല, ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലായില്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയോ മോഹൻലാലോ അതൊന്നും ഇവിടെ ജനങ്ങൾക്കൊരു വിഷയമല്ല. നല്ല സിനിമ വന്ന ആൾക്കാർ പോയി കാണും. അത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇത് വന്നു. ഇത് 2 കോർപ്പറേറ്റീവ്. അത് മനസ്സിലായി എന്താന്ന്? നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത് എവിടെ വിൽക്കുന്നു? കുറേ മാളുകൾ, അതങ്ങനെ അവിടെ കുറേ ജനങ്ങൾ അങ്ങോട്ട് കയറുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നാലും എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വീട്ടിൻ്റെ അകത്ത് മേടിച്ച് വച്ചിട്ട് ഉണക്കി പൊടിച്ച് മില്ലിൽ കൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അതേ മല്ലിപ്പൊടിയും മുളക് പൊടിയും അവർ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ ലുലു മാളും അല്ലെങ്കിൽ അതുപോലെ ടെലക്സ് മാളും
അങ്ങനെയുള്ള മാളുകളിൽ അവർ പോയി മേടിക്കുന്നത്. അതാണ് കോർപ്പറേറ്റീവ്. അതൊക്കെ ബിസിനസ്സാണ്. പക്ഷേ ഇതൊക്കെ ആരുടെ കാശ്? അപ്പോൾ ഞാൻ 1500 രൂപയ്ക്ക് പണിയെടുത്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുമോ? ഇല്ല. പിന്നെ ഞങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് ഒരു തേങ്ങയും കിട്ടുന്നില്ല. റേഷൻ കടയിൽ നിന്ന് ഞങ്ങൾക്കൊരു തേങ്ങയും കിട്ടുന്നില്ല. നല്ല ഒരു അരി പോലും കിട്ടുന്നില്ല. പിന്നെ ഞാനേ നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കൂ. ഇത് കാണുന്നവർ, ഞാനിത് ഇപ്പോഴും പറയണത്, ഇത് ഞാൻ എനിക്ക് വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? പിന്നെ ഇത് 3 പറഞ്ഞു. പിന്നെ ഒരു സംഭവം കൊണ്ട് നമ്മളെ നശിപ്പിക്കുന്നത് എന്താണെന്നറിയോ? മീഡിയ, ന്യൂസ് ചാനൽ, അത് കുറേ ഉണ്ട്. അതായത് നമ്മളെ തന്നെ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കും. ചിലപ്പോൾ നമ്മളെല്ലാ ന്യൂസും കാണും. എന്താണ് കാണുന്നത്? നമുക്ക് എന്താ സത്യാവസ്ഥയെന്ന് നമുക്കറിയുന്നില്ല. കാര്യം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതാദ്യം മാതൃഭൂമി ന്യൂസിനാണ് കിട്ടിയത്, ആദ്യം മനോരമ ന്യൂസിനാണ് കിട്ടിയത്. അപ്പം നമ്മൾ അങ്ങനെ കാണും. ഒന്നും വേണ്ട, നമ്മുടെ തൃശ്ശൂർ പുലുക്കിളി എടുത്ത് നോക്കിയേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് റിപ്പോർട്ടർ ചാനലായിരിക്കും അല്ലേ? എനിക്ക് കാല് വയ്യ, എനിക്ക് പുലുക്കിളി കാണാനായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ കണ്ടത് റിപ്പോർട്ടർ ചാനലാണ്. ഞാൻ കണ്ടത് നന്നായിട്ട് എന്നിട്ട് അവർ നന്നായിട്ട് നമ്മളെന്തെങ്കിലും കാണിച്ചോ? തൃശ്ശൂരുകാരെ നിങ്ങൾ പറ, എന്നെപ്പോലെ വയ്യാണ്ട് എത്ര ആൾക്കാർ തൃശ്ശൂരുണ്ടാവും? ഇന്നെപ്പോലെ കാല് വയ്യാണ്ട് എത്ര, കാല് പോട്ടെ, എന്തെങ്കിലും അസുഖമായിട്ട് നമുക്കത് പോയി കാണാൻ പറ്റാണ്ട് നമുക്ക് പുലിക്കളി കാണണം എന്ന് വിചാരിച്ചിട്ട് എത്ര പേര് ടി വിയുടെ മുമ്പിൽ ഇരുന്നുണ്ടാവും? നമ്മൾ കാണിക്കില്ല. അതായത് അതൊരു ഇവരുടെ ബിസിനസ്സാണ്. അതാണ് കോർപ്പറേറ്റ്. അതായത് ഒന്ന് കണ്ടില്ലെങ്കിൽ നമ്മളെവിടെ പോവും? അടുത്ത ചാനലിലേക്ക് പോവും. ഇവരൊക്കെ ഇവരെല്ലാവരും ടൈ-ഒപ്പാണ്. ഒന്ന് കണ്ടില്ലെങ്കിൽ ഇത് എന്താണ് ഇവിടെ കാണിക്കുന്നത് അത് തന്നെയാണ് അവരും കാണിക്കുക. അല്ലാണ്ട് വേറൊന്നും നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും തരില്ല. നമ്മളാണെങ്കിൽ 9 ടീം ഇറങ്ങി, അപ്പോൾ 9 ടീമിൻ്റെ നമ്മൾ കാണണം എന്ന് വിചാരിക്കും. ടി വിയിൽ കണ്ട എത്ര ജനങ്ങൾ 9 ടീമിനെയും കണ്ടെന്നൊന്ന് പറഞ്ഞേ. ഇവരെ നമ്മൾ കാണുമ്പോൾ ഇവർക്കും കൊടുക്കുന്ന കാശാണ്. നമ്മൾ കേബിൾ ടി വി എന്ന് പറഞ്ഞൊരു സാധനത്തിന് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാസം കൊടുക്കുന്നത് പണ്ടായിരുന്നു 120 130, ഇപ്പോൾ കൊടുക്കുന്നത് 800 1000 അല്ലേ? ശരിയല്ലേ? ഒരു മാസത്തിന് 1000. പക്ഷെ അതിന് നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരാൾക്കും ഒന്നും തരില്ല കേട്ടോ, ഒന്നും തരില്ല. പക്ഷേ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലെനിക്ക് ദേഷ്യമാണ്. എനിക്കെല്ലാവരെയും എന്താ പറയുക, ശരിക്കും എൻ്റെ പേട്ടയിലൊക്കെ, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പേട്ടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ആ സ്വഭാവം അറിയാം. വായിൽ വരണത് തെറി മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ആടാ ഞാനാടാ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത്യാവശ്യത്തിന് മാത്രം. കാര്യം അത്രയും ആത്മസംയമനം പാലിക്കുന്നൊരു ചെക്കനാണ് ഞാൻ. എന്നറിയോ, ഒരു ഗ്രൂപ്പിൽ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ചെറിയ കുട്ടികൾ വരെ കാണും, അല്ലെങ്കിൽ കുഞ്ഞു മക്കൾ കാണും. ഞാൻ എത്ര കാലം കൊണ്ട് പറയണ, എൻ്റെ തൃശ്ശൂർ റൗണ്ടൊന്ന് നന്നാക്കൂ. ഒരാൾ നന്നാക്കില്ല. ഇച്ചിരി ഇല്ലാച്ചിരി മക്കൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി, അവർ കെട്ടിപ്പിടിച്ചോട്ടെ, ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതല്ല ഞാനിപ്പോൾ പറയാൻ വന്നത്. ഈ കെട്ടിപ്പിടിച്ചിരിക്കുന്ന മക്കൾക്ക് ഒരു തന്തയും തള്ള ഉണ്ടാവില്ലേ? ഇവർ ചുമ്മാ ഇങ്ങനെ എറിഞ്ഞു കളിഞ്ഞാൽ ഇവരിങ്ങനെ മുളച്ച് വരിക. ഇവരിത്രയും വളർത്തിക്കൊണ്ടു വന്നതാരാ?
ഏ ഇവരെ വളർത്തി ഇത്രയും കൊണ്ടുവന്നാരാ? തന്തേം തള്ളയല്ലേ? തൃശ്ശൂർ റൗണ്ടിൽ എന്താ കാണിക്കണേ? ഒന്നും കാണിക്കും. ഒരു പോലീസ് ജീപ്പിനെ തടഞ്ഞു നിർത്തുക. പോലീസ് ആരോ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ടു, എന്തോ അവിടെ ഒരു സംഭവം നടക്കുന്നു. എവിടെ? തൃശ്ശൂർ പാർക്കിൽ. അത് പറഞ്ഞപ്പോൾ അത് നന്നാക്കാൻ ഇന്ന് വരെ ഒരാളും ഇല്ല. ഇതാണ് നമ്മുടെ നാട്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞിട്ട് കാര്യം? ഒരു കാര്യമില്ല. സ്വന്തം അമ്മേനെയും അച്ഛനെയും, അതും എൻ്റെ തന്തയും തള്ളയാണെന്ന് കാണാത്ത നാടാണ്. പക്ഷേ ഞാനങ്ങനെ ആവില്ല കേട്ടോ. ഞാനങ്ങനെ ആവില്ല. കാര്യം വലിച്ച് കീറി ഞാൻ ഒട്ടിച്ച് വയ്ക്കുള്ളൂ. വീട്ടിൽ നിന്ന് എവിടെ പോയി, ഇന്നടത്ത് പോയാ ശരി ആയിക്കോട്ടെ, അത് കേട്ടാൽ മതി, അതിവിടെ കേട്ടാൽ മതി. പക്ഷെ അതെനിക്ക് വിശ്വാസമാവണം. കാര്യം ഇന്നത്തെ കാലത്ത് അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോടതി തന്നെ പറഞ്ഞല്ലോ, 18 വയസ്സ് കഴിഞ്ഞ് അവർക്ക് കെട്ടിപ്പിടിച്ചിരിക്കാം, വേണമെങ്കിൽ ഓപ്പൺ പബ്ലിക്കിൽ അവർക്ക് അനാശാസ്യം വരെ ചെയ്യാം എന്ന് കോടതി കൊടുത്തിട്ടുണ്ടത്രേ. എൻ്റെ നിങ്ങളുടെ കാലമൊക്കെ ഒന്ന് ആലോചിച്ചേക്ക്. ഒരു പെണ്ണിൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയണമെങ്കിൽ ഒരു 10 വർഷം എടുക്കും. 10 വർഷം എടുക്കും. ഡാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാട്ടാ, അപ്പം ഡി നിന്നെ ഇഷ്ടം. പിന്നെ അവിടെ അപ്പനും ഇല്ല അമ്മയും ഇല്ല. ഇതിനൊക്കെ ആരാണ് ഇങ്ങനൊരു ഇത് കൊടുത്തത്? ഇത് കേരളമല്ലേ, നമ്മളൊക്കെ മലയാളികളല്ലേ. പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്കൊരു അഹങ്കാരമുണ്ട്. ഞാൻ തൃശ്ശൂർ സാംസ്കാരിക നാട്ടിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, സാംസ്കാരികത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ഓട്ടോറിക്ഷയിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ അവരെവിടെ എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടാക്കണം എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കേരളത്തിൽ ഏത് നാട്ടിലുണ്ട് മീറ്റർ ചാർജ് മേടിച്ചിട്ട് വണ്ടി ഓടണത്? അതെൻ്റെ തൃശ്ശൂരാണ്. പക്ഷെ അത് ഞാൻ ഉറപ്പായിട്ടും പറയും കേട്ടോ, ഞാൻ പറയും. അഥവാ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് ഞാൻ പറയും, മാഡം അല്ലെങ്കിൽ സാർ, ഇത് ഇത്ര കിലോമീറ്റർ വിട്ടാണ് പോകുന്നത്, എനിക്ക് അവിടെ നിന്ന് വാടക എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡീസലിൻ്റെ വിലയും എനിക്ക് എൻ്റെ വണ്ടി ഡീസലിൻ്റെ വില. കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടുവിടണമെങ്കിൽ ഞാനൊരു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് ഓടാൻ പറ്റണില്ല. ഞാൻ ഓടുന്നത് മാക്സിമം 1200 രൂപ എനിക്ക് കിട്ടുള്ളൂ. അതിൽ 600 രൂപ ഡീസലാണ് പോകും. കാര്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 600 രൂപ ഡീസൽ പോകും. പിന്നെ എനിക്ക് എന്തുട്ടുള്ളത് എൻ്റെ കയ്യിൽ എന്തുട്ടുള്ളത്? ഈ 600 കൊണ്ട് വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുക? അപ്പം ഞാൻ പിന്നെ ഓടണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാണ്, എൻ്റെ കാല് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സ്തുതിക്കും. എൻ്റെ ഇത്രയും ഭാഗം നിങ്ങൾ കാണുള്ളൂ, എൻ്റെ കാല് നിങ്ങൾ കാണില്ല. അത് ഞാൻ കാണിക്കാൻ എനിക്ക് താല്പര്യപ്പെടണമെന്നില്ല കേട്ടോ. കാര്യം ഞാൻ പണിയെടുത്ത് തന്നെ ഞാൻ എന്നും ജീവിക്കണേ, അല്ലാണ്ട് ഒരു തെണ്ടികളുടെയും വീട്ടിൽ ഞാൻ പോണില്ല. ഇനി BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഒരു തെണ്ടികളുടെയും വീട്ടിൽ ഞാൻ പോകുന്നില്ല. ഒരു തെണ്ടികളും ഇനി വോട്ട് ചോദിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാനും പാടില്ല. ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നില്ല. എൻ്റെ അടുത്ത് ഇത്രയെങ്കിലും ഒരു സമാധാനം എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തു തരിക. എൻ്റെ വീട്ടിൽ 40 വോട്ടുണ്ട്. ആ 40 വോട്ട് അത് ഞങ്ങൾ ആർക്കും കൊടുക്കണില്ല. ഞങ്ങൾ വോട്ടൊക്കെ കൊടുക്കും, വോട്ട് അത് ഞങ്ങളുടെ അവകാശമാണ്. അതെന്തായാലും ഈ ഒരു പാർട്ടിക്കും കൊടുക്കില്ല,
അത് നോട്ടയ്ക്ക് പോവും. അല്ലാണ്ട് ഞാൻ എന്ത് പറയണോ അത് എൻ്റെ വീട്ടുകാർ ചെയ്യുള്ളൂ. ഇതാണ് എൻ്റെ ഫേസ്. ഞാൻ പറയും കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ പണിയെടുത്തിട്ട് ഞാൻ പറയും കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ കാര്യം ഞാൻ ഇതുപോലെ 2.5 വർഷം ഞാൻ നരകിച്ചു. ഒരു സുരേഷ് ഗോപി വന്നില്ല, ഒരു സുനിൽ കുമാർ വന്നില്ല. സുരേഷ് ഗോപി ഇന്നലെയാണ്. ഈ സുരേഷ് ഗോപി എന്നെ കാണാൻ വന്നിട്ടില്ല, ഈ സുനിൽ കുമാർ എന്നെ കാണാൻ വന്നിട്ടില്ല. അന്ന് എന്താ പറയുക, കോൺഗ്രസിൻ്റെ കുറേ ആൾക്കാർ വന്ന് ഒരു തെണ്ടികളും എന്നെ കാണാൻ വന്നിട്ടില്ല. എന്നെ വരുമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരു തെണ്ടികളും എന്നെ കാണാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവറ്റകളൊന്നും എൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തരുത്. ഒരു പാർട്ടിക്കാരും എൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തരുത്. എനിക്ക് ഒന്നിനും. പിന്നെ സുരേഷ് ഗോപിനെ തൃശ്ശൂരുകാർക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാർക്കറ്റ്, ശക്തൻ മാർക്കറ്റ്, അത് അങ്ങനെയല്ല കിടന്നത്. അതയാൾ പൊളിച്ച്. അതിന് അയാൾക്കൊരു നന്ദിയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് നല്ല കാര്യവും ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഞാൻ BJP വോട്ട് ചെയ്യില്ല. അപ്പോൾ വിചാരിക്കും കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും. കമ്മ്യൂണിസ്റ്റിന് ഞാൻ വോട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കൊക്കിൽ കുറച്ചെങ്കിലും ജീവനുണ്ടാവും. കാര്യം ജീവിതം നശിപ്പിച്ച്, ജനങ്ങളുടെ ജീവൻ നശിപ്പിച്ചൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബൂർഷകളെന്ന് പറയുന്ന പാർട്ടിയാണ് അവരൊക്കെ. കാശുള്ളവനെ ബൂർഷകൾ, കാശില്ലാത്തവൻ പാവപ്പെട്ടവൻ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്ര തെണ്ടികളുണ്ട് ബൂർഷകളല്ലാത്ത. ധൈര്യമായിട്ട് ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. പിണറായി വിജയൻ്റെ അപ്പൻ്റെ പേരെന്തുട്ടാ, അമ്മയുടെ പേരെന്തുട്ടാ? ഇനി വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ഇട്ടുതരാം. ഇവരെങ്ങനെ ജീവിച്ചെന്നുള്ള വീഡിയോ കൂടി ഞാൻ ഇട്ടുതരാം. ഇന്ന് കോടികളുടെ ആസ്തിയാണ് ഏത്, നമ്മുടെ മുഖ്യൻ്റെ. അതുകൊണ്ടാണ് ഈ പറയണത്. അതായത് ജനങ്ങളെടുത്ത് കളിക്കുമ്പോൾ ജനങ്ങൾ വെറും തെണ്ടികളല്ല. ഇപ്പോഴും പറയുന്ന എല്ലാ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയിട്ട് ഞാൻ പറയാം, ജനങ്ങൾ കഴുതകളല്ല. ജനങ്ങൾ ഒരിക്കലും കഴുതകളല്ല. ജനങ്ങൾക്കിപ്പോൾ കുറച്ച് ബുദ്ധിയുണ്ട്, കുറച്ച്. നിങ്ങൾ ഈ പറയുന്ന കഴുതയ്ക്കും കഴുതപ്പാലിന് 1500 രൂപ വിലയുണ്ട്. ഈ കഴുതപ്പാൽ എന്തിനാ ഉപയോഗിക്കുക? മെഡിസിൻ ഉണ്ടാക്കാൻ. ഈ കഴുതകൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൽ ഞാനിപ്പോൾ ഒരു കാര്യം അവസാനമായിട്ട് പറയണം. ഇത് മാക്സിമം നമ്മുടെ ജനങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാവോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. കാര്യം എനിക്കല്ലാണ്ട് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് സംസാരിക്കാനോ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ. സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലാണ്ട് ഇതുകൊണ്ട് കാശുണ്ടാക്കാനോ പണം ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാൻഡിൽ 140 ഓട്ടോറിക്ഷയുണ്ട്. അവർ പെടുന്ന കഷ്ടപ്പാടില്ലേ. എനിക്ക് സ്വന്തം വണ്ടിയാണ്, എൻ്റെ കയ്യിൽ സ്വന്തം വണ്ടി ഇരിക്കുന്നു. പക്ഷേ ഈ സ്വന്തം വണ്ടി ഇല്ലാണ്ട് 400 രൂപ 450 രൂപ കളക്ഷൻ കൊടുക്കുന്ന വണ്ടിയുണ്ട്. അവരൊക്കെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് 1200 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കയ്യിൽ 600 രൂപയേ ഉള്ളൂ ബാലൻസ്. ഇത് 600 ഡീസലും പോയിട്ട് ഈ 400 രൂപ കളക്ഷൻ എടുത്ത് അവരുടെ കയ്യിൽ എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? നമ്മളെങ്ങനെ ജീവിക്കണ്ടേ? തിണ്ടണോ? ഇനി പോയിട്ട് ഒരു 10 രൂപ തരുമോ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ തിണ്ടണോ? നമ്മുടെ എന്താ പറയുക, നമ്പർ 1 കേരളം. അവിടെ പോയിട്ട് ഇത് എൻ്റെ കാര്യമല്ല പറയണ്ട, കേരളത്തിൽ ഓരോ അപ്പോൾ ചോദിക്കും ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇങ്ങനെ പറയുന്നത് അല്ല കേട്ടാ. ബസ്സുകാരൻ്റെ കാര്യം എടുത്ത് നോക്കിയേ, ഒരു ട്രാവൽസുകാരൻ്റെ കാര്യം എടുത്ത് നോക്കിയേ.
അവരുടെയൊക്കെ ജീവിതമില്ലേ. അതായത് ഈ ട്രാവലിംഗ് ഫീൽഡിൽ, അത് ഓട്ടോറിക്ഷ, ബസ്, ഈ ടാക്സി, പിന്നെ എന്താ പറയുക, ഒന്നും വേണ്ട, KSRTC എംപാനൽ ഡ്രൈവറുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കൂ. വലിയ വായിൽ നാവ് ഇത്ര ബസ് ഇറക്കി അങ്ങനെ ആക്കി, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു ഗണേശൻ പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. 100ഉം 200ഉം ബസ് എടുക്കുമ്പോണ്ടല്ലോ 10 ചേസാണ് ഗണേശൻ്റെ വീട്ടിലേക്ക് പോവുക. ഗണേശൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണപിള്ള എന്നാണ്. അത് വിടൂ. ബാലകൃഷ്ണപിള്ള ആദ്യമേ പൊളിറ്റിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മളിപ്പോൾ മന്ത്രി ഗണേശൻ എന്ന് പറയുന്നൊരു വ്യക്തി, ഇവർക്കൊരു ബിസിനസ് ഉണ്ട്. എന്താണ്? പ്രൈവറ്റ് ബസ് സർവീസ്. ഇത്രയും ബസ് അടിക്കുമ്പോൾ ജനങ്ങളുടെ അടുത്ത് പറയണം അങ്ങനെ ചെയ്യും, ഈ വണ്ടി കഴുകിയില്ലെങ്കിൽ എന്തോ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു, ജോലി പോവും, ഇനി അതൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇത്രയും ചേസ് KSRTC വന്നപ്പോൾ എത്ര ചേസ് മന്ത്രി ഗണേശൻ്റെ വീട്ടിൽ പോയി? ഇതൊക്കെ വഴിയേ വരും. കാര്യം എന്നാ വെട്ടിക്കൊന്നോട്ടെ ഇവർ. എനിക്കിനി എന്ത് നോക്കാനാ? എന്നാ വെട്ടിക്കൊന്നോട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ അഡ്രസ്സാണ് പറഞ്ഞു കൊടുക്കാം. എന്നാൽ വെട്ടിയെ കൊന്നോട്ടെ. ഇത്ര ചേസ് KSRTC വരുമ്പോൾ എത്ര ചേസ് ഈ ഗണേശൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയോ? ജനങ്ങളെ അറിയോ? നിങ്ങൾക്കറിയില്ലല്ലോ. അറിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ജനങ്ങളെന്തിനാ ദ്രോഹിക്കുന്നു? ജനങ്ങൾ എന്ത് പാപം ചെയ്തു? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ കാശുണ്ടാക്കി, നിങ്ങൾ പണം ഉണ്ടാക്കി, എന്ത് വേണമെങ്കിലും ചെയ്തു, അതിലൊരു 10% ജനങ്ങൾക്ക് കൊടുക്കൂ. എനിക്കൊന്നും വേണ്ട. ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറായിരുന്നു. എൻ്റെ ഈ കാല് ആക്സിഡൻ്റ് ആവണതിന് മുന്നേ. അതിൽ TV പാടില്ല, പാട്ട് പാടില്ല, ഒന്നും പാടില്ല. ഇന്ന് KSRTC ബസ്സിൽ പാട്ടുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ആവാം, ഇവിടെ പാടില്ലല്ലേ. നമ്മളൊക്കെ ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യണത് എങ്ങനെയായിരുന്നു? നല്ലൊരു കളർഫുൾ ബസ്, കുറേ ലൈറ്റ്, TV, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ട്. TV പാടില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെ എൻ്റർടൈൻമെൻ്റ് ഉള്ളത്? എന്താണ് നമ്മൾ ഈ ടൂറ് പോകാനായിട്ട് ടൂറിസ്റ്റ് ബസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് എൻ്റർടൈൻമെൻ്റ് ഉള്ളത്? ശരി പോട്ടെ, ലോങ് റൂട്ടിൽ ഓടുന്നത്. ഞാൻ തൃശ്ശൂർ കോഴിക്കോട് എറണാകുളം റൂട്ടിൽ ബസ് ഓടിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്താണെന്നറിയോ? അവിടെ നിന്ന് കയറുമ്പോൾ ആദ്യം പാട്ടിടും, നല്ല ഭക്തിഗാനം ഇടും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കണ്ടക്ടർ വന്നിട്ട് ഒരു സിനിമ ഇട്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കും. കാര്യം ടിക്കറ്റ് നോക്കിയിട്ട് സിനിമ ഇടുള്ളൂ. ടിക്കറ്റ് കൂടുതലാണെങ്കിൽ ആ സിനിമ അങ്ങോട്ട് ഇടും. അപ്പോൾ അവർക്ക് ബോറടിക്കരുത്. ഉറങ്ങണവരും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വലിയ സൗണ്ടിലൊന്നുമല്ല. പക്ഷേ ഇന്ന് ഇവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുകൂടെ? വലിയ എന്താ പറയുക, ട്രാൻസ്പോർട്ട് മന്ത്രിന്ന് ഇയാളൊക്കെ ഞാനിങ്ങനെ പറയാം, വല്ല കോണാത്തിലും പോകാൻ പറയും. നല്ല കോണാത്തിലും പോയിരുന്ന് ഭരിക്കാൻ പറയും. അത് ഒരിക്കലും വടക്കോട്ടുള്ളവരത്ത് വേണ്ട, അതൊക്കെ തെക്കോട്ടുള്ളവരത്ത്. പക്ഷെ തെക്കോട്ടുള്ളവർക്ക് അറിയില്ല. തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കുറേ KSRTC ഓടുന്നുണ്ട്, കുറേ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. അത് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് വരെ പോകും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ നാലാഞ്ചിറ വരെ പോകും. അത് ആറ്റിങ്ങൽ വരെ പോണ ഒരു ബസ് കിഴക്കേക്കോട്ടയിൽ നിന്നില്ല. കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് ആറ്റിങ്ങൽ വരെ പോകുന്ന ബസ്സില്ല. പക്ഷേ വടക്കോട്ട് അങ്ങനെയല്ല. വടക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പാലയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബന്തെടുക്ക വരെ പോണ ബസ്സുണ്ട്. ബന്തെടുക്ക എന്ന് പറഞ്ഞാൽ കാസർഗോഡ്. ഞാനത് ഓടിച്ച ഡ്രൈവറായിരുന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം നമ്മളത് പാസഞ്ചേഴ്സിന് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ AC ഇറക്കുക, അല്ലെങ്കിൽ ഒരു TV വയ്ക്കുക, അല്ലെങ്കിൽ പാട്ട് വയ്ക്കുക. അത്
അതൊന്നും പാടില്ല, പ്രൈവറ്റിനൊന്നും പാടില്ല. ഇയാൾക്ക് എത്ര പ്രൈവറ്റ് ബസ് ഉണ്ടെന്നറിയോ ഈ ഗണേഷിന്? അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് എൻ്റെ യൂട്യൂബ് അങ്ങനെ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങളിത് ഫുള്ളായിട്ട് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാര്യം ഇത് മാക്സിമം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. കാര്യം ഞാനിത് ചെയ്തു, അതാണ് നിങ്ങൾ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ